യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സന്ദർശിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരം വയ്ക്കട്ടെ. രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കട്ടെ. ആത്മീയമായ ഞെരുക്കം, സാമ്പത്തികമായ ഞെരുക്കം, മറ്റനേകം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. അതിനെല്ലാം ഇന്നത്തെ ഈ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. നാം ചിന്തിച്ചു വന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. അത് ചിന്തിച്ചു വന്നപ്പോഴാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത്. പക്ഷേ നാം പിന്നീട് വായിക്കുമ്പോൾ ആ പ്രയാസമുള്ള കാര്യം ദൈവം നടത്തിക്കൊടുത്തു. അതേ പ്രിയരെ, നമ്മുടെ മുന്നിൽ ഇന്ന് നടക്കുകയില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇല്ലേ? നമ്മളങ്ങനെ പറയും. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും സാധിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ നാം പലതും ചിന്തിച്ച് വയ്ക്കാറുണ്ട്. ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ചിന്തിച്ച് നാം മാറ്റിയിടുന്ന ചില സംഭവങ്ങളുണ്ട്. നടന്നാൽ നടക്കട്ടെ, പരീക്ഷ എഴുതി നോക്കാം, ജയിച്ചാൽ ജയിക്കട്ടെ, അല്ലേ? ഇൻ്റർവ്യൂ പാസ്സായി, ഇനി ജോലി കിട്ടിയാൽ കിട്ടട്ടെ. അതിന് പിന്നിലൊരു നിരാശയുണ്ട്. പക്ഷേ പ്രിയരെ, നിങ്ങൾ നിരാശപ്പെടാതെ പ്രത്യാശയുള്ളവരാകണം. എൻ്റെ ദൈവം ഈ കാര്യം എനിക്ക് നടത്തി തരും. അങ്ങനെ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരും. ആ രോഗം മാറിയാൽ മാറട്ടെ, അങ്ങനെയല്ല, എൻ്റെ രോഗം മാറ്റണം കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമം പുത്രപ്പെട്ടെ, എന്താണ് ഈ പ്രയാസമുള്ള കാര്യം സാധ്യമാക്കി ദൈവം തീർത്തത്? എങ്ങനെയാണ്? അതെന്തായിരുന്നു? ഞാൻ ചിന്തിച്ചു വരികയായിരുന്നു. ഏലിയാവ് എലീശയോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ പിറകെ നടക്കുന്നത്? ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയാൻ പറഞ്ഞു. എലീശ മറ്റൊന്നും ചോദിച്ചില്ല. ഏലിയാവിനോട് പറഞ്ഞു. തൻ്റെ യജമാനനും തൻ്റെ ഗുരുവുമായ ഏലിയാവിനോട് എലീശ പറയുകയാണ്, നിൻ്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എനിക്ക് കിട്ടണം. ഏലിയാവ് പോലും ഒന്ന് ഞെട്ടിപ്പോയി കാണും, ഇല്ലേ? ആ ചോദ്യം. ഇങ്ങനെയുള്ള നല്ല ശിഷ്യന്മാരാണ് ഇന്നത്തെ ആവശ്യം. കർത്താവിന് സ്തോത്രം. എൻ്റെ പാസ്റ്ററുടെ ഒരു അടുത്തൊക്കെ എത്തിയാൽ മതി എന്നല്ല ചിന്തിക്കേണ്ടത്. അതൊരു അഹങ്കാര ചിന്തയല്ല. ഇന്ന് ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭയിൽ, ഞാൻ ചേർന്ന് നിൽക്കുന്ന ചർച്ചിൽ എന്നെ രക്ഷയിലേക്ക് നയിച്ച ദൈവദാസൻ ചെയ്തതിലും കൂടുതലായുള്ള ശുശ്രൂഷ എനിക്ക് ചെയ്യണം കർത്താവേ. അതൊരു അഹങ്കാര ചിന്തയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നീ നിറഞ്ഞാൽ നിനക്ക് എങ്ങനെയുള്ള വൻ ചിന്തകൾ വരും. മറ്റ് മനുഷ്യരെ താരതമ്യം ചെയ്തല്ല. ആരും സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. കാരണം ആരും സ്നേഹിക്കാത്തതിൽ ഉപരിയായി യേശു എന്നെ സ്നേഹിച്ചതാണ്. ഇങ്ങനെയാണ് ആ ബന്ധം പോകേണ്ടത്, പുത്തൂരിത്തമല്ല. ഏലീശ ഒരു ഉത്തമ ശിഷ്യനായിരുന്നു. തൻ്റെ ഗുരു യജമാനുമായ ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്, ഇച്ചിരി കൂടുതൽ വേണമെന്നല്ലേ ചോദിച്ചു, ഇരട്ടി എനിക്ക് വേണം. അത് ദൈവം കൊടുത്തോ? കൊടുത്തു പ്രിയരെ. അതിനെന്താ കാരണം? ഗിൽഗാലിലൂടെ പോയി. ഏലിയാവ് ഗിൽഗാലിലൂടെ പോയി, എലീശയും ഗിൽഗാലിലൂടെ പോയി. ഏലിയാവ് ബേഥേലിലൂടെ പോയി, എലീശയും ബേഥേലിലൂടെ പോയി. ഇപ്പോഴിതാ വന്ന് ഗിൽഗാലും കടന്ന് ബേഥേലും കടന്ന് ഇവിടെ ഇതാ എരിഹോവിലെത്തിയിരിക്കുന്നു. എരിഹോയുടെ പ്രത്യേകത എന്താണ്? എരിഹോ വാസ് ഫേമസ് ആസ് എ പ്ലേസ് ഓഫ് ബാറ്റിൽ ആൻഡ് വാൾസ്. കോട്ടകളുടെയും യുദ്ധങ്ങളുടെയും ഒരു രംഗമാണ് എറിഹോ. ക്രിസ്ത്യ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. ഞാനെന്നൊരാളോട് പറഞ്ഞു, പോരാടിയാലേ ജയിക്കുകയുള്ളൂ. ഒരു പുകവലി നിർത്തണം. കുറേശ്ശെ ആയിട്ട് പയ്യെ നിർത്തി വരാതെ ചോദിച്ചാൽ ജയിക്കാൻ പറ്റിയില്ല. ഒരിക്കലായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ യുദ്ധമാണ്. അല്ലാണ്ട് ഇച്ചിരിച്ചെത്തി കുറച്ച് ശത്രുക്കളെ മാറ്റിയുള്ള പോക്കല്ല. പ്രകടമായ പാപങ്ങൾ ഇച്ചിരിച്ചല്ല മാറ്റേണ്ടത്, അത് ഒരിക്കലായിട്ട് മാറ്റിക്കളയണം. പക്ഷേ നമ്മുടെ സ്വഭാവത്തിലുള്ള മാലിന്യതകൾ ഒരിക്കലായിട്ടല്ല അത്
പതുക്കെ പതുക്കെ മാറി 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 വരുന്നത്. അതാണ് ശുദ്ധീകരണം. പ്രകടമായ പാപങ്ങൾ ഒറ്റയടിക്ക് മാറുന്നു. സ്തോത്രം. വ്യഭിചാര ജീവിതം, മോഷണ ജീവിതം, കൊലപാതക ജീവിതം, അസാൻമാർഗിക ജീവിതം, പുകവലിക്കുന്ന ശീലം, മദ്യപിക്കുന്ന ശീലം എല്ലാം സ്വിച്ചിട്ടതുപോലെ മാറിപ്പോകണം. അതാണ് ദൈവം ഒരുവനെ തൊട്ടു എന്നുള്ളതിൻ്റെ തെളിവ്. സ്തോത്രം. ഞാനിന്നൊരാളോട് പറഞ്ഞു, മോനെ ഇച്ചിരിച്ചൊന്ന് മാറ്റിക്കൊണ്ടുപോയാൽ ജയിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? പിശാച് ഒരാളെ വിട്ട് പുറപ്പെട്ടു പോയ ശേഷം നീരുറവുകൾ തേടി നടക്കുന്നു. വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ഏതാ വെള്ളമുള്ള സ്ഥലം? പാപത്തിന് സ്വാധീനമുള്ള വേറെ ആരെങ്കിലും കെണിയിൽപ്പെടുത്താൻ പറ്റുമോ എന്നിങ്ങനെ പിശാച് നോക്കി നടക്കുക. തക്കതായ ആളെ കിട്ടിയില്ല. അപ്പോൾ പിശാച് പറയും, ഞാൻ മടങ്ങിച്ചെന്ന് ഞാൻ അന്ന് വിട്ടിട്ട് പോകുന്ന അവൻ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ നോക്കുമ്പോൾ അവൻ 10 ബീഡി വലിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ 8 ആക്കി. അവൻ തൃപ്തിയായിട്ടിരിക്കുക. ഞാൻ ഇത്രയൊക്കെ മാറ്റിയല്ലോ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ 5 പെഗ് മദ്യം വെച്ചുകൊണ്ടിരുന്നവൻ 2 ആക്കി. പക്ഷേ എങ്കിലും ഈ 2ൻ്റെ അവകാശം പിശാചിനാണ്. അവൻ പിന്നെ പുറപ്പെട്ടു പോയിട്ട് തന്നിലും ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കൾ വിളിച്ചുകൊണ്ടുവന്ന് ഈ മനുഷ്യനിലേക്ക് കയറും. അവൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിനും അധികമാകും. പിശാച് കയറി ആവസിക്കും. പ്രകടമായ പാപങ്ങൾ ഒരിക്കലായിട്ട് ഉപേക്ഷിക്കണം, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചുകൊള്ളൂ. ചെറിയൊരു കോപത്തിൻ്റെ ചിന്ത, ഒരു അഴുക്ക് ചിന്ത, ഒരു നീരസം, ഒരു കയ്പ്, ഒരു മുഷിച്ചൽ, ഒരു അഹങ്കാര ചിന്ത, ഒരു കയ്പ്, നൊന്തുപക്ഷം, ഭിന്നത, ഒരു അസൂയയുടെ ചിന്ത, ഇതെല്ലാം നമ്മളിൽ വന്നു വരുമ്പോഴേക്കും കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആഗ്രഹമുള്ളവരെ, ദാഹമുള്ളവരെ, ചുമ്മാ ഇരിക്കുന്നവരെ അല്ല, ഇതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ, ഇന്നും ഞാൻ കോപിക്കാൻ കാരണം എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ സാഹചര്യമല്ല, എന്നിൽ കോപത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ഞാൻ കോപിച്ചു. എനിക്ക് അഴുക്ക് വന്നത് ഇന്ന കാഴ്ച കണ്ടതുകൊണ്ടല്ല, എന്നിൽ അഴുക്കുള്ളതുകൊണ്ട് അഴുക്ക് വന്നു. ഇതാണ് കണ്ടെത്തേണ്ടത്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അശുദ്ധമാക്കുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച വേണം, പോരാട്ടം വേണം. എരിഹോ യുദ്ധങ്ങൾ, ബാറ്റിൽ ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. ബാറ്റിൽ, യുദ്ധങ്ങൾ. ജെറിഹോ വാസ് ഫേമസ് ആസ് എ പ്ലേസ് ഓഫ് ബാറ്റിൽസ്. ഒത്തിരി യുദ്ധങ്ങൾ നടന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ യുദ്ധങ്ങളില്ലേ? ഉണ്ട് പ്രിയരെ. പോരാട്ടമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചിട്ട് കൈ വീശി നടക്കുന്ന ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. ഒരുപടി യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ചെയ്ത് വിജയം വരിച്ചാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ വരം നൽകും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അങ്ങനെ ജയിക്കുന്നവന് ലഭിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം ആദ്യത്തെ ഭാഗങ്ങളിൽ 1, 2, 3 അധ്യായങ്ങളിലെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. ആസിയയിലെ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ജയിക്കുന്നവൻ എന്തെല്ലാം കിട്ടുമെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യുദ്ധം വന്നു എന്നുള്ളത് നിങ്ങൾ പേടിക്കരുത്. പിശാച് യുദ്ധം ചെയ്യും. പിശാചിന് യുദ്ധം ചെയ്യാനേ അറിയാവൂ, പിശാചിനെ എതിർക്കാനേ അറിയാവൂ. പിശാച് അറുപ്പാനും മുടുപ്പാനും മോഷ്ടിപ്പാനും വന്നവനാണ്. അവൻ നമ്മുടെ നേരെ യുദ്ധം ചെയ്യും. നമ്മെ കോപിപ്പിക്കാൻ നോക്കും, അഴുക്ക് ജീവിതത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ നോക്കും, നമ്മെ നീരസം കൊണ്ട് നിറയ്ക്കാൻ നോക്കും, ദ്രവ്യാഗ്രഹം തരും, പോരാ എന്നുള്ള ചിന്ത തരും, നിരാശപ്പെടുത്തുന്ന ചിന്തകൾ തരും. എന്നാൽ അതിനെയെല്ലാം ജയിച്ച് നാം ജയിക്കണം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭൂമിയിലെ ജഡവും രക്തമുള്ള മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ ജയിച്ചു നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിലും മീതെ ദുഷ്ടൻ്റെ തീയമ്പളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും ധരിപ്പീൻ. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളാണ്. വചനം നാവിൽ വേണം. വചനം കൊണ്ട് പിശാചിനെ ജയിക്കണം. പിശാചിനെ വെട്ടേണ്ടത് വചനം കൊണ്ടാണ്. വിശ്വാസം കൊണ്ടെന്ന പരിചയം കൊണ്ടാണ് ജയിക്കേണ്ടത്. സ്തോത്രം. ഇങ്ങനെ ഓരോന്നും
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. രക്ഷിക്കപ്പെട്ട ആളാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ചുമ്മാ ചടഞ്ഞുകൂടിയിരുന്നാൽ പോരാ. മോനെ വീട് വിട്ട് ഇറങ്ങണം. സ്തോത്രം. പൈസ ഉണ്ടാക്കിയോ കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ദൈവവേലയും ചെയ്യണം. കർത്താവിൻ്റെ വലിയ നാമത്വപ്പെടട്ടെ. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എങ്കിൽ നമുക്ക് പിശാചിനെ ജയിക്കാം. ജെറിഹോ ഈസ് ദ പ്ലേസ് ഓഫ് ബാറ്റിൽസ്. ഈ എരിഹോ അത് യുദ്ധത്തിൻ്റെ സ്ഥലമാണ്. യുദ്ധത്തിൽ നാം പരാജയപ്പെട്ടു പോവുകയല്ല, യുദ്ധത്തിൽ നാം ജയിക്കണം. യുദ്ധത്തിൽ ഒരു ദൈവവേല ജയിക്കാനുള്ള ഏതാനും കാര്യങ്ങൾ ദൈവദിനത്തെ അടിസ്ഥാനമാക്കിയുണ്ട്. ഒന്ന്, യേശുവിൻ്റെ നാമമാണ്. രണ്ട്, യേശുവിൻ്റെ രക്തമാണ്. മൂന്ന്, യേശുവിൻ്റെ കാൽവറിയിലെ വിജയമാണ്. നാല്, യേശുവിൻ്റെ വചനമാണ്. അഞ്ച്, യേശുവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഒരു ദൈവവേലിന് ജയിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ശക്തമായ 5 ആയുധങ്ങൾ. ഈ ആയുധം പ്രയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ഫലസിച്ചകറ്റണം. യേശുവിൻ്റെ രക്തത്തിൽ നീ മറഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വിജയം നീ പ്രഖ്യാപിക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നീ ആശ്രയിച്ച് വചനത്തിൽ ശക്തിപ്പെടണം, ബലപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. അപ്പോൾ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവായ യേശുക്രിസ്തു, മകനെ നിനക്കും ജയജീവിതം തരും. ഈ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ക്രിസ്തീയ ജീവിതം ജയത്തിൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല. ഏതെങ്കിലും ഒരു പരാജയം വന്നാലും ചാടി എഴുന്നേറ്റ് വീണ്ടും ഓട്ടക്കാരൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്ന പോലെ ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്ന വിജയത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഈ എറിഹോ നമുക്ക് ഓവർകം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ യുദ്ധം അഭിമുഖീകരിക്കേണ്ടി വരും, യുദ്ധത്തിൽ ജയിക്കുകയും വേണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം കർത്താവ് മാറ്റട്ടെ. നീരസങ്ങളും കയ്പുകളും ഇഷ്ടക്കുറവുകളും മുഷ്ടിലുകളും പരസ്പര വിദ്വേഷങ്ങളും എല്ലാം മറന്ന് യേശുവിൻ്റെ ഭാവമുള്ളവരായി ജീവിപ്പാൻ നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ നന്മകളാൽ നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 യൂട്യൂബ് ചാനലിലൂടെ പ്രധാനമായും നമ്മുടെ ഈ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും വെളുപ്പിന് 5:30 നമ്മുടെ മെസ്സേജസ് ഉണ്ട്. അതിലൂടെ തന്നെ ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പീസ് ബൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ബൈബിൾ ക്ലാസ്സുകൾ, തിരുവചന ശുശ്രൂഷകൾ, അതുപോലെ ലൈവ് മീറ്റിങ്ങുകൾ, ഗാനങ്ങൾ, അങ്ങനെ അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളതെല്ലാം പ്രയോജനപ്പെടുത്തൂ. നിങ്ങൾ ഈ ചാനൽ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റുള്ളവരെ പരിചയപ്പെടുത്തൂ. അതും കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ, തൻ്റെ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.